ഹലോ ഗൈസ്, അപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇറങ്ങി നേരെ മറ്റേ ആലുവ മണപ്പുറത്തുണ്ട് ശിവൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വിചാരിച്ച് മുത്തപ്പനാണ് വണ്ടി ഓട്ടുന്നത്. നേരെ അങ്ങോട്ട് പോകാം. അവിടെ അമ്പലത്തിലേക്ക് കയറുമ്പം തന്നെ കവാടത്തിൽ ശിവൻ്റെ ഒരു പ്രതിമ കാണാം. നല്ല രസമുണ്ട് ലൈറ്റൊക്കെ വെച്ചിട്ട്. അങ്ങനെ അവിടെ നിന്ന് അമ്പലത്തിലേക്ക് കൊള്ളുണ്ട്. അമ്പലത്തിൽ കൊള്ളമല്ല, പുഴയാണത്. അങ്ങനെ കൊച്ചേട്ടനും സുഡുവും കൂടെ അതിലിറങ്ങി മെല്ലെ കുളിച്ച്. അവിടെ അമ്പലത്തിലേക്ക് കയറുമ്പം തന്നെ നന്ദിനി പശുവിൻ്റെ ഒരു പ്രതിമ ഉണ്ടാവും. അതിൻ്റെ ചെവിയിൽ എന്തൊക്കെയാ ഇങ്ങനെ സ്വകാര്യം പറഞ്ഞാൽ നടക്കുന്നൊക്കെയാണ് ഐതിഹ്യം. അറിയില്ല, അങ്ങനെ കുറേ ആൾക്കാരങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആലുവയിൽ നിന്ന് ഇറങ്ങി ചോറ്റാനിക്കരയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ചായക്കട കയറി അവിടെ നിന്ന് ഒരു ക്രീം ബണ്ണും ഒരു ചായയും കഴിച്ച് അങ്ങനെ ചോറ്റാനിക്കര എത്തിയപ്പോൾ എവിടെയും കാണാത്ത തിരക്കായിരുന്നു ചോറ്റാനിക്കര. വണ്ടി വെക്കാൻ പോലും സ്ഥലമില്ലേനും. പിന്നെ ഇവിടെ സീസൺ മാത്രമല്ല, എപ്പോഴും ഇങ്ങനെ നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ട് അവിടെ കയറാൻ പറ്റിയില്ല. അവിടെ നിന്ന് തിരിച്ച് അങ്ങനെ അവിടെ നിന്ന് പോകുന്ന വഴിക്ക് ഒരു പമ്പ് കയറി അപ്പവും ചെക്കനും കൂടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീനാക്കി. അവിടെ നിന്ന് നേരെ കടപ്പാറ്റൂർ പോയി. കടപ്പാറ്റൂർ എത്തുമ്പം 11-11:30 ആയി. അതുകൊണ്ട് നട അടച്ച് നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കി. അവിടെ നിന്ന് തന്നെ മറ്റേ കടയിൽ പോയി ദോശയും സാമ്പാറും കഴിച്ച്. കൊച്ചേട്ടൻ കഞ്ഞിയും കടല് അച്ചാറും കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നേരെ എരുമേലി പിടിച്ച്. എരുമേലി ഇവിടെയാണ് പേട്ട തുള്ളലും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് കണ്ട് അവിടെ അമ്പലത്തിൽ പോയി. ഇതാണ് വാവരസ്വാമിയുടെ പള്ളി. ഇവിടെ എന്തായാലും കയറും വരുമ്പോൾ. ഇവിടെ നിന്നൊക്കെയാണ് പേട്ട തുള്ളലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ എരുമേലിയിൽ നിന്ന് പമ്പയിലേക്ക് പോകുന്ന വഴിക്ക് യൂട്യൂബിലെ മറ്റേ കൊണ്ടാട്ടം ഫാമിലിയിലെ ഗോപകുമാറുണ്ട്. പുള്ളീൻ്റെ വണ്ടി കണ്ട് പുള്ളി മുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ പോയി പമ്പയിലെത്തി. പമ്പ വരെ വണ്ടി പോവുള്ളൂ. അവിടുന്ന് പിന്നെ നടന്ന് മല കയറണം. അങ്ങനെ അവിടുന്ന് അവർ സാധനങ്ങളൊക്കെ ഇറക്കി ഇരുമുടിയൊക്കെ എടുക്കുമ്പോൾ മുത്തപ്പൻ എനിക്കൊരു ഓറഞ്ച് തന്നു. അങ്ങനെ അവർ കെട്ടൊക്കെ എടുത്ത് മെല്ലെ മുകളിലോട്ട് കയറാൻ റെഡിയായി നടക്കുകയാണ്. ഇനി അവർ പോയി വരുന്നവർ അവിടെ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് നേരെ നിലയ്ക്കലേക്ക് വന്ന് അവിടെ എല്ലാ വണ്ടിയും അവിടെ നിർത്തിയിടുക. അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫുള്ള് 2 സൈഡ് കാടാണ്. ഫുള്ള് വളവ് റോഡ്, ഫുള്ള് കാടും. അടിപൊളിയായി, നല്ല കോട മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ നിലയ്ക്കലെത്തി വണ്ടി പാർക്ക് ചെയ്തപ്പോൾ രാത്രിയായി. ഫുള്ള് കോടയായിരുന്നു. നല്ല രസമുണ്ടായി കാണാൻ. ഇതാണ് നിലയ്ക്കൽ രാവിലെ എണീറ്റപ്പോൾ ഉള്ള കാഴ്ച. ഫുള്ള് വണ്ടിയും ഫുള്ള് കോടയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി നാളെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.